നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കായംകുളത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു. കാരണം ഒരു കാറപകടം എന്ന് പറഞ്ഞാൽ അവർ വേറെ ഇവിടെ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ അവർ കായംകുളത്ത് എത്തിയ വഴിക്കായ ഈ കാറിൻ്റെ ഡ്രൈവർ, അതായത് ഈ അതിൽ ഉണ്ടായിരുന്നത് 2 യുവതികളാണ്. ഒന്ന് ആ യുവതിയിൽ ഒരാൾ കാർ ഓടിച്ച ആളാണ്. അത് ആ യുവതിയുടെ ഭർത്താവാണ്. അപ്പോൾ അവളുടെ കൂടെ വേറെ അവരുടെ 2 പിള്ളേരും ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പേരെനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിൽ അപകടം നടന്ന സമയത്ത് രക്ഷിക്കാനായിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ ആ വഴിക്ക് വന്നു. അപ്പോൾ അപ്പോഴാണ് ഈ കാറിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 സ്ത്രീകളും ഒരാളും ഇറങ്ങി, ഒരു പുരുഷനും 2 സ്ത്രീകളും ഇറങ്ങി. അപ്പോൾ അവർ രക്ഷാപ്രവർത്തനമായിട്ട് നിന്നു. അപ്പോൾ അവരുടെ പുറകെ ഒരു ബൈക്ക് യാത്രികൻ, അവനാണ് ഇതിലെ വില്ലൻ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇവർ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇവരെ എടുക്കുന്ന വഴിക്ക് ഈ സ്ത്രീയെ എടുത്തപ്പം ഈ ബൈക്കിൽ വന്ന ഈ ഞരമ്പൻ, അവനാണ് ഈ വില്ലൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ കാലെ പിടിക്കാണ്. അപ്പോൾ ഇവന് സ്ത്രീയുടെ നെഞ്ചത്ത് കയറി പിടിച്ച് ഇവരെ, അപ്പോൾ ഇവർ പറഞ്ഞു എനിക്കത് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിൽക്കണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആളോട് കാലിനെ പിടിക്കാൻ പറഞ്ഞു. ഇവൻ ഈ നെഞ്ചത്തിൻ്റെ ഈ ഭാഗം ലക്ഷ്യമാക്കിയിട്ട് ഇവൻ പൊന്തിക്കുന്നു. കാരണം തലഭാഗം നെഞ്ചുഭാഗം ഇവൻ്റെ അടുത്താണ്. അപ്പോൾ ഇവൻ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക്, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന വഴിക്ക് ഇവൻ ശരിക്കും ഇവരെ പീഡിപ്പിക്കുകയാണ്, ലൈംഗികമായിട്ട് പീഡിപ്പിച്ചപ്പം ഇവരപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പം അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുന്ന വഴിക്കൊക്കെ ഇവൻ പീഡിപ്പിക്കുന്നു പറയുന്നു. പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ കണ്ണിൽ പെടുന്നില്ല. പക്ഷേ ഈ പെണ്ണ് പറയുന്നു ഇവരെ ശരിക്കും പീഡിപ്പിക്കുന്നു. അപ്പോൾ ഈ ആൾക്കാരും ഈ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരും ഒക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഈ ആക്സിഡൻറ്റ് പറ്റിയ മുറിവ് കൊണ്ടുണ്ടാകുന്ന വേദനയായിട്ടാവും ഇവർ കരയുന്നതെന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പരമായിട്ട് ഇവരെ പീഡിപ്പിച്ചതിന് ശേഷം ഈ നാറി ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവരെ ഭീഷണി മുഴക്കുകയാണെന്ന് വെച്ചാൽ കായംകുളം ഹോസ്പിറ്റലിലാണ് ഇവരെ അഡ്മിറ്റ് ചെയ്തത്. ഏതാ ഹോസ്പിറ്റലിൽ ഓർക്കുന്നില്ല, ഗവൺമെൻറ് ആശുപത്രി ആണോ ഇനി പ്രൈവറ്റ് ആണെന്നുള്ള അറിയാം. എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ചെന്ന് ഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഈ കാർ ഓടിച്ച ഇയാളെയും അവിടെ അഡ്മിറ്റ് ആക്കി. അതായത് മറ്റേ ഈ കാറിലുള്ള ഈ യുവതിയുടെ ഭർത്താവാണത്. അപ്പോൾ ആ യുവതി കുട്ടികളുമുണ്ട്. അപ്പോൾ അവർക്ക് പരിക്ക് പറ്റിയിട്ടില്ലെന്ന് അവർക്ക് പരിക്ക് പറ്റിയോന്നുള്ള അറിയത്തില്ല. പക്ഷേ ഇവർക്ക് 2 ആൾക്ക് പരിക്ക് പറ്റിയതായിട്ട്. അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് റെഫർ ചെയ്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും കൊല്ലത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിക്കോണം. അപ്പോൾ അയാളത് മൈൻഡ് ചെയ്തില്ല. അപ്പം ഈ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നമ്മൾ തമ്മിൽ അറിയത്തില്ല, കാരണം ഇവിടെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് വേഗം പോകണം. അപ്പം അവിടെ നിൽക്കുന്ന അയാളോട് പറഞ്ഞ അതേപോലെ തന്നെ നീ ഇവിടുന്ന് റെഫർ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫുകൾ അവിടുത്തെ ചേട്ടന്മാരോട്, അതായത് അവിടുത്തെ അറ്റൻഡർമാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചു ആ വന്നു പോയത് ആരാണ്, ആ വന്നു പോയ ആളാണ് ഇവിടെ പീഡിപ്പിച്ചത് ഇവർക്കറിയാം. അപ്പം അയാളുടെ ഇവിടുത്തെ വ്യാപാര ഏകോപന സമിതിയുടെ പ്രസിഡൻ്റാണ്. അപ്പം എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. സംഭവം ഇയാൾ ഭീഷണി മുഴക്കി. അപ്പോൾ ഇയാൾ പീഡിപ്പിച്ചെന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാം. എന്നിട്ട് ആ ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറുണ്ട്, ഇവരെ അവിടെ ഈ എക്സ്ട്രാ വാർഡിലാണോ ഓപ്പറേഷൻ വാർഡിലാണ്, അവിടെ എക്സ്ട്രാ വാർഡിൽ ചെല്ലുന്ന സമയത്ത് ആ ഓപ്പറേഷൻ വാർഡിൽ നിൽക്കുന്ന ആ ഡോക്ടർ, അവർ ഡ്രസ്സ് മാറ്റാനായിട്ട് ലേഡി ഡോക്ടറാണ്, അവർ പോയ സമയത്ത് അപ്പോൾ ഇവരുടെ ഈ സ്ത്രീയുടെ ദേഹത്തുള്ള ഈ ശരീരത്തുള്ള ഈ മുറിവ് ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് വണ്ടി ആക്സിഡൻറ്റിൽ പറ്റ ഈ മുറിവല്ലല്ലോ ഇത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പീഡനം നടന്നിട്ടുണ്ട്, കേസ് ഒതുക്കണം അപ്പം എന്നുള്ള രീതിയിലാണ് അയാൾ വന്ന് ഭീഷണിപ്പെടുത്തിയത്, കാരണം കേസാക്കാതെ ഇരിക്കാൻ. അപ്പോൾ ഈ ലേഡി ഡോക്ടർ ഇത് കണ്ടപ്പം ലേഡി ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല, നമുക്ക് അയാളുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കാം. കംപ്ലയിൻറ്റ് കൊടുത്തു.
അപ്പോൾ അയാൾ അറിയപ്പെടുന്ന ഒരു ഈ എന്താ പറയുന്നത് ഭാരവാഹി, അതായത് പ്രസിഡൻ്റാണ് ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ. ആരും ആയിക്കോട്ടെ, പക്ഷെ അത് പോക്കൃത്തരം ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ ഈ അപകടം പറ്റുന്നിടത്തൊക്കെ ഈ നാറികളൊക്കെ ഇങ്ങനത്തെ ഈ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന ഈ പീഡന വീരന്മാരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ 24-നോട് ഈ സ്ത്രീ സംസാരിക്കുന്ന ഒരു ചെറിയ ഭാഗം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എൻ്റെ കരച്ചിലോട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡൻറ്റ് വേദനിച്ചിട്ട് കരയുകയാണെന്നാണ്. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി കുറച്ച് ഇച്ചിരി ഒന്ന് നടക്കണം, കുറച്ച് സ്റ്റെപ്പ് വെക്കണം. ഒരു 40-50 മീറ്ററോളം വരുമായിരിക്കും, കൃത്യമായിട്ട് അറിയില്ല. അപ്പം ആ പെട്ടിയാട്ടോയിൽ നിന്നാണ് ഞങ്ങളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പെട്ടിയാട്ടോയിൽ കയറ്റുന്ന സമയത്ത് ഈ പുള്ളി ആ സമയത്ത് എന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പുള്ളിക്ക് പറ്റുന്ന രീതി പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ വേദന കൊണ്ട് കരഞ്ഞിട്ട് അതാരും മനസ്സിലാക്കുന്നില്ല. നോർമലി എന്താ ചിന്തിക്കുക, അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന വേദനയിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ ഈ പുള്ളി വന്നപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എന്നെ സ്ട്രെച്ചറിൽ കിടത്തേക്കുന്നു കാഷ്വാലിറ്റിയിൽ. ദെൻ വണ്ടി ഓട്ടിച്ച ആളെ അടുത്ത സ്ട്രെച്ചറിൽ വേറൊരു എൻ്റെ അടുത്തേക്ക് എനിക്ക് കാണുന്ന ഭാഗത്തിന് തന്നെ കിടത്തേക്കണം സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് വേറെ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ പൊയ്ക്കോണം എന്ന് പറഞ്ഞു. പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഡോക്ടർ ഒന്ന് മാറി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയ സമയത്ത് പുള്ളി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നടന്ന ഒരു സംഭവത്തിലും തനിക്ക് ഒരു പരാതിയുമില്ല, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, തനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് നിങ്ങളുടെ നാട്ടിൽ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചികിത്സിച്ചോണം. പറഞ്ഞ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കണം. ഇതാരാണ് പറഞ്ഞത്? സുനിൽ സവാദ്. അത് എനിക്ക് പേരറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അത് സ്ട്രെച്ചർ കൊണ്ടുവരികയും ആംബുലൻസ് ഓട്ടിക്കുകയും അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ രണ്ടുപേരെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ഒന്ന് സംസാരിച്ച പുള്ളിക്കാരൻ ആരാന്ന്. ഭീഷണിയുടെ സ്വരമായിരുന്നു. ആയിരുന്നു, നന്നായിട്ടായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഇത് നമുക്കുണ്ടല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് പേര് പറഞ്ഞു തരുന്നത്. പിന്നീട് ഞാൻ കേസ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് പുള്ളി ഇങ്ങനെ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ അറിയുന്നത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാണ് പിന്നീട് പരാതി കൊടുക്കുന്നത്? ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ ആരോടും പറഞ്ഞില്ല, പക്ഷെ നടന്ന സംഭവം ഒന്നും പറഞ്ഞില്ല. എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ എക്സ്റേ റൂമിൽ ഇന്ന് ഒരു ഡോക്ടർ ചേച്ചിയായിരുന്നു, ഒരു ലേഡി. അപ്പം ചേച്ചി ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എൻ്റെ ദേഹത്തുണ്ടായ പാടുകൾ കണ്ടിട്ട് എൻ്റെ കരച്ചിലും സഹിക്കാൻ വേദന കണ്ടിട്ട് ചേച്ചി ചോദിച്ചു, ഇത് ആക്സിഡന്റിൽ ഉണ്ടായതല്ല, ഇത് എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നടന്ന സംഭവം പറയണം, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല ഇത് കേസ് കൊടുക്കാതെ വിടരുത്, കംപ്ലൈൻറ്റ് ചെയ്യണം. കാര്യം ഈ സമയത്ത് ഞങ്ങളുടെ മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കണേ. അപ്പോൾ അത്രയും വേദന സഹിച്ച് നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ പെരുമാറിയെങ്കിൽ ഒരു മരിച്ചൊരു ശവം കിട്ടിയാലും അയാൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പോലീസ് വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അവർ എഴുതിയൊന്നും നോട്ട് ചെയ്തില്ല, FIR ഒന്നും എടുത്തില്ല, നടന്ന സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അവിടുന്ന് ഓട്ടോ കയറ്റി അപ്പം തന്നെ അവിടുന്ന് വിട്ടു. അവിടെ ഒബ്സർവേഷനിൽ വെക്കൊന്നും ചെയ്തില്ല. അതാണ് അവിടെ നടന്നത്. അപ്പം അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 2 ദിവസമായിട്ട് ഒളിവിലായിരുന്നു. പോലീസുകാർ കാര്യമായിട്ട് കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തെറ്റ് ചെയ്യാത്തവൻ പിന്നെ ഒളിച്ചു നിൽക്കേണ്ട കാര്യം എന്താണെന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു മരിച്ച ഒരാളെ പോലും വെറുതെ വിടൂല, അതായത് ഒരു ശവത്തെ പോലും വെറുതെ വിടുവരുന്നാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഞരമ്പന്മാരുണ്ട്, ഇവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ ആരുമില്ല. എന്നിട്ട് ഇപ്പോൾ ആ സ്ത്രീ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സുഹൃത്ത്, അതായത് ഈ വണ്ടി ഓടിച്ച സുഹൃത്ത് അവിടെ പരിക്ക് പറ്റി കിടക്കുന്നുണ്ട്. ആ സുഹൃത്തുമായിട്ട് അയാളുടെ സുഹൃത്ത് സംസാരിക്കുന്നു. അപ്പോൾ അയാളുടെ സുഹൃത്തുമായിട്ട് മറ്റേ ഈ പീഡനന്റെ ആരോ ഒരു ആളുമായിട്ട് ഇനി അവരുടെ റിലേറ്റീവ്സാണോ ആരാന്നുള്ളത് അറിയത്തില്ല, അയാളോട് സംസാരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് ചിലവാക്കി 10-25 ലക്ഷം രൂപ കൊടുത്തിട്ട് കേസ് ഒതുക്കുക. കേസിനായിട്ട് നടക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സുഹൃത്ത് വഴി പിന്നെ പറയുന്നുണ്ട്, ഇയാൾ വന്ന് പറയുകയാണ്, ആര് ഈ വണ്ടി ഓടിച്ച അയാളുടെ സുഹൃത്ത് വന്നിട്ട് ഇവരോട് ഈ പീഡനത്തിന് ഇരയായ ഈ സ്ത്രീയോട്, ഈ പീഡനത്തിന് ഇരയായി ഈ സ്ത്രീയോട് വളരെ ഇതായിട്ട് ചോദിക്കുന്നത്, കേസൊന്നും വേണ്ടല്ല, കേസിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും 10-25 ലക്ഷം തന്നാൽ പോരെ. ഈ 25 ലക്ഷം തന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അതുകൊണ്ട് മാനക്കേട് മാറുമോ? ഇവർക്കുണ്ടായ മാനക്കേട് ഇവർക്ക് മാറ്റാൻ പറ്റുമോ? അവർക്കുണ്ടായ മാനക്കേട് എപ്പോഴും അവർക്ക് മാനക്കേട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പോലീസിന് കാര്യമായിട്ട് കേസെടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ അയച്ചു എന്നും പറഞ്ഞിട്ട് വേറൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ വ്യക്തമായിട്ട് വിവരം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഞാൻ നോക്കിയിട്ടില്ല. വ്യക്തമായിട്ടുള്ള വിവരം കിട്ടുവാണെന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഞരമ്പ് രോഗികൾ ഈ നാട്ടിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിത് പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കി. എന്നിട്ട് അന്ന് ഇവർ ഈ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഇവർ കൊല്ലത്ത് രാവിലെ 5 മണിക്ക് 6 മണിക്കായിട്ടുമാണ് 6 മണിക്കാണ് ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ, കൂട്ടുകാരിയുടെ വീട്ടിൽ എത്തുന്നത്. അതായത് ഈ കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ ഒപ്പം അവരുടെ വീട്ടിലെത്തുന്നത്.
എന്നിട്ട് അന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൊല്ലത്തല്ല കായംകുളത്ത് വന്ന് അങ്ങോട്ട് സ്റ്റേഷനിൽ ഹാജരായി. സ്റ്റേഷനിൽ ഹാജരായതിന് ശേഷം സ്റ്റേഷനിൽ കാര്യമായിട്ടുള്ള ഒരു നിയമ നടപടികളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി എന്താണെന്നുള്ള അറിയത്തില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്കും അവിടെ ഒരു സപ്പോർട്ടുണ്ട്, അയാൾക്കൊരു സപ്പോർട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള നിയമ നടപടികൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പുറത്ത് കളി ഉണ്ടാവും. പക്ഷേ എന്തായാലും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകളൊന്നും സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാനോ വെറുതെ വിടാനോ പാടില്ല. കാരണം നാളെ ഇതുപോലെ ഒരവസ്ഥ ആർക്കെങ്കിലും വരാതിരിക്കട്ടെ. ശരിയെന്നാ നിർത്തുന്നു നോക്കാം.